ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നോട് കുറച്ച് പേര് ഈ ബലൂൺ ചെയ്ത ഡെക്കറേഷൻസിൻ്റെ ഇതൊക്കെ കണ്ടപ്പോൾ എന്നോട് കുറച്ച് ചോദിച്ചു എത്ര മുൻപ് ഇത് ചെയ്ത് വെക്കും പ്രെപ്പ് വർക്ക്, അല്ലെങ്കിൽ എത്ര നാൾ മുന്നേ നമുക്കത് വേർപ്പിച്ച് വെക്കാം, എങ്ങനെയാണ് ഇതിൻ്റെ പ്രെപ്പ് വർക്ക്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് സ്റ്റോർ ചെയ്യുന്നത്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ച്. അപ്പോൾ ഇതിനകത്ത് അതിനെക്കുറിച്ചാണ് കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുൾ ആവുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ യൂസ് ചെയ്യുന്നത് ബലൂൺസ് എന്ന് പറയുന്നത് ഞാൻ ഹൈ ബ്രാൻഡഡ് ബലൂൺസ് അല്ല യൂസ് ചെയ്യുന്നത്. ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല ബ്രാൻഡഡ് ബലൂൺസ് അല്ല. ഞാൻ യൂസ് ചെയ്യുന്ന ബ്രാൻഡ് എന്ന് പറയുന്നത് ആമസോണിലെ പാർട്ടി വൂ എന്ന് പറയുന്ന ബ്രാൻഡാണ്. യൂഷ്വലി ഒരുമാതിരിപ്പെട്ട എല്ലാ കേസസിനകത്തും അതാണ് യൂസ് ചെയ്യുന്നത്. ഇൻ കേസ് പാർട്ടി വൂവിനകത്ത് ഞാൻ നോക്കുന്ന കളർ അല്ലെങ്കിൽ അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ മാത്രമാണ് സെക്കൻഡ് ഓപ്ഷൻസ് ഞാൻ പോകാറ്. അതർവൈസ് ഞാൻ പാർട്ടി വൂ ആണ് സെറ്റ് ചെയ്യാറ്. അത് ഇൻഡോർ ആണെങ്കിലും ഔട്ട്ഡോർ ആണെങ്കിലും പാർട്ടി വൂ ആണ് ഞാൻ ചൂസ് ചെയ്യാറ്. ഇനി ഈ പാർട്ടി വൂ തന്നെയാണെങ്കിലും ഞാൻ മേടിക്കുന്ന സമയത്ത് മോസ്റ്റ്ലി മേടിക്കുന്ന സൈസസ് എന്ന് പറയുന്നത് 12 ഇഞ്ച് സൈസസ് ആണ്. അതായത് 12 ഇഞ്ച് എനിക്ക് മേടിച്ച് കഴിഞ്ഞാൽ അതിന് 5 ഇഞ്ച് മിനി ക്ലസ്റ്റേഴ്സും ആക്കാൻ പറ്റും. 12 ഇഞ്ച് എന്ന് പറയുന്നത് എനിക്ക് ഇൻഫ്ലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഏകദേശം ഒരു 10, 12, 11 ഇഞ്ച് സൈസിലോട്ട് ടൈ ചെയ്യാനും പറ്റും. സോ 12 ഇഞ്ചാണ് ഞാൻ മേടിക്കുന്നത്. അത് നമ്മുടെ 100, 200 പാക്സ് എത്രയാണോ ഏറ്റവും ബിഗ്ഗസ്റ്റ് ഏതാണോ അത് നോക്കിയിട്ടാണ് ഞാൻ സാധാരണ മേടിക്കുന്നത്. ഇനി പാർട്ടി വൂ അല്ലാതെ വേറെ ബ്രാൻഡുകളും ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്, നല്ലതാണ്. വളരെ കുറച്ച് ഞാൻ ട്രൈ ചെയ്തിരുന്ന ബ്രാൻഡ്സ് മാത്രമാണ് ഒട്ടും കൊള്ളില്ല, ക്വാളിറ്റി വൈസ് വളരെ മോശമാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൂ. എന്നാൽ പോലും അതിൻ്റെ റിവ്യൂസ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഹൈ റിവ്യൂസ് ആയിരുന്നു. 4.5 ആണ് ഞാൻ സാധാരണ റിവ്യൂ ബേസ് ഞാൻ ഫിൽറ്റർ ചെയ്തത്. പക്ഷേ എന്നിട്ടും എനിക്ക് കിട്ടിയിരിക്കുന്ന ബലൂൺസ് എന്ന് പറയുന്നത് ഇനി അത് മേ ബി ആ ഒരു ബാച്ചിൻ്റെ ആണോ എന്തോ അറിയില്ല, ബാഡ് ക്വാളിറ്റി ബലൂൺസ് ആമസോണിൽ നിന്ന് ഞാൻ മേടിച്ചിട്ടുണ്ട്. ബട്ട് സംഭവം ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്, കാരണം എൻ്റെ കയ്യിൽ വേറെ സ്റ്റോക്ക് ഉണ്ടായിരുന്നത് കൊണ്ടും ഇത് വെച്ച് എല്ലാം കൂടി അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്, പ്രശ്നമുണ്ടായിരുന്നു. ഇനി നമുക്ക് വീഡിയോയുടെ പോയിന്റിലേക്ക് വരാം. എത്ര നാൾ മുൻപെയാണ് ഞാൻ ബലൂൺസ് ഇൻഫ്ലേറ്റ് ചെയ്ത് വെക്കുന്നത്, എങ്ങനെയാണ് പ്രെപ്പ് വർക്ക് ചെയ്യുന്നത്. സോ ഞാൻ പറഞ്ഞ പോലെ ഞാൻ യൂസ് ചെയ്യുന്ന ആമസോൺ ബലൂൺസ് ആണ്. ബ്രാൻഡഡ് ബലൂൺസ് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് മന്ത്സ് മുന്നേ ഇൻഫ്ലേറ്റ് ചെയ്ത് വെച്ചാൽ പോലും അതൊട്ടും അതിൻ്റെ എയറും പോകില്ല. നമ്മൾ നന്നായിട്ട് ബാഗ് ചെയ്ത് വെക്കുകയാണെങ്കിലും ഓക്സിഡൈസ് ചെയ്യുകയും ചെയ്യില്ല. പക്ഷേ ഞാൻ അത്രയും മുൻപ് ഞാൻ ട്രൈ ചെയ്തിട്ടില്ല ആമസോൺ ബലൂൺസ്. പക്ഷേ ഞാൻ യൂസ് ചെയ്ത ഇവൻസിൻ്റെ എനിക്ക് തോന്നുന്നു ഒരു മാസത്തിനൊക്കെ കൂടുതൽ ഇരുന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ സാധാരണ ഇവൻസിന് ഞാൻ ചെയ്യുന്നത് മാക്സിമം 2 ദിവസം മുമ്പ് അല്ലെങ്കിൽ തലേദിവസമാണ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. എനിക്ക് 1, 2, 3 ഓരോക്കെ ഒന്നിച്ച് സെയിം ടൈം സെയിം ഡേ വന്നേക്കുന്ന വളരെ കുറച്ച് കേസസിൽ മാത്രമാണ് ഞാൻ 2 days 3 days മുന്നേ അഡ്വാൻസ് ചെയ്ത് കുറച്ചെങ്കിലും പ്രെപ്പ് വർക്ക് ചെയ്ത് വെക്കുന്നത്. സോ ഞാൻ ചെയ്ത് വെക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ പ്രെപ്പ് വർക്ക് എൻ്റെ ഒരു ഡിസൈൻ എന്തായാലും എൻ്റെ ഒരു ഐഡിയയിലുണ്ട്, മോക്ക് ഡിസൈൻ അയച്ചു കൊടുക്കാറുണ്ട്. സോ ഞാൻ ഡിസൈൻ വെച്ചിട്ട് അതിൻ്റെ ലെങ്ത്ത് വെച്ചിട്ട് ഞാൻ ഇപ്പോൾ 2 സൈഡാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു ഷോർട്ടർ സൈഡും ലോങ്ങർ സൈഡും ആണെന്നുണ്ടെങ്കിൽ 2 സൈഡും അതിൻ്റെ ബേസ് സെറ്റ് ചെയ്ത് വെക്കും. അത് ഞാൻ മൊത്തം വീർപ്പിച്ച്, അതായത് ഇൻഡിവിജ്വൽ ബലൂൺസ് ക്ലസ്റ്ററായിട്ട് ടൈ ചെയ്ത് അതിൻ്റെ ഗാർലൻഡായിട്ട് സെറ്റ് ചെയ്ത് വെക്കും. ജസ്റ്റ് ബേസ് മാത്രം. അതിനകത്ത് 18 ഇഞ്ചസോ അല്ലെങ്കിൽ 5 ഇഞ്ച് മിനി ക്ലസ്റ്റേഴ്സോ ഒന്നും ഇൻക്ലൂഡ് ചെയ്യില്ല. ജസ്റ്റ് 12 ഇഞ്ചിൻ്റെ ബലൂൺസ് വെച്ചിട്ടുള്ള ബേസ് മാത്രം. അത് മാത്രം ഞാൻ ഇൻഫ്ലേറ്റ് ചെയ്ത് ടൈ ചെയ്ത് ഗാർലൻഡാക്കി സെറ്റ് ചെയ്തിട്ട് എൻ്റെ കയ്യിൽ മാട്രസ് ബാഗ് ഉണ്ട്, ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നതാണ്. വളരെ നല്ല ക്വാളിറ്റി ബാഗ്സ് ആണ്. അത് ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചിരിക്കുന്നത് 2 എണ്ണത്തിന് $16 or $17 ആണ്. വളരെ നല്ല ബാഗ്സാണ്, നല്ല കട്ടിയുണ്ട്. നമ്മൾ താഴെക്കൂടെയൊക്കെ ഇട്ട് ഉരച്ചാൽ പോലും അത് ഇതുവരെ കീറിയിട്ടൊന്നും ഞാൻ ഉരച്ചൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. സോ അതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതെന്ന് പറയുന്നത് ഞാൻ അത്യാവശ്യം നല്ല, അതായത് എനിക്ക് തോന്നുന്നു എൻ്റെ ഇരിക്കുന്ന ക്വീൻ സൈസ് മാട്രസ് ബാഗാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഒരു 7 feet 8 feet ഹൈറ്റ് വരുന്ന അത്യാവശ്യം 12 ഇഞ്ച് സൈസിൽ വരുന്ന ക്ലസ്റ്ററിൻ്റെ ആണെന്നുണ്ടെങ്കിൽ ഒരു 2 ഗാർലൻഡൊക്കെയും സുഖമായിട്ട് അതിനകത്ത് കയറും, നമുക്ക് കെട്ടി വയ്ക്കാൻ പറ്റും. അപ്പോൾ അതാണ് ഞാൻ ഒരു പ്രെപ്പ് വർക്ക് ചെയ്യുന്നത്. ഞാൻ 2 days 3 days മാക്സിമം 3 days മുന്നേ വരെ ഞാൻ ചെയ്തിട്ടേ ഉള്ളൂ. അതിന് മുന്നേ ഞാൻ ചെയ്തിട്ടില്ല. ഇരിക്കുമായിരിക്കും, കുഴപ്പമില്ല, ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. പിന്നെയെന്ന് പറയുന്നത് ഞാൻ പ്രെപ്പ് വർക്ക് ചെയ്യുന്നത് നമ്മുടെ മിനി ക്ലസ്റ്റേഴ്സ്, 5 ഇഞ്ചിൻ്റെ മിനി ക്ലസ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഞാൻ ആദ്യമൊക്കെ യൂസ് ചെയ്തിട്ട് ഇതിന് 5 ഇഞ്ചിൻ്റെ ബലൂൺസ് മേടിക്കുമായിരുന്നു. പക്ഷേ ഇപ്പം ഞാനത് ചെയ്യില്ല, കാരണം അത് എക്സ്ട്രാ വേസ്റ്റ് ആണെന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ട് 5 ഇഞ്ചിന് പകരം 12 ഇഞ്ചസിൽ നിന്ന് തന്നെ എക്സ്ട്രാ എടുക്കുന്നതാണ് ഞാൻ 5 ഇഞ്ചായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത്. അത് കുറച്ചുകൂടി ഫിനിഷിങ്ങുമാണ്. ആൻഡ് അതെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ 5 ഇഞ്ച് എക്സ്ട്രാ മേടിച്ച് അതിൻ്റെ പൈസയും കൂടി വലിയ കളയില്ല. സോ കുറച്ചുകൂടി ഭംഗിയും കാണാൻ 12 ഇഞ്ചിനെ 5 ഇഞ്ച് ആക്കുമ്പോഴാട്ടോ ആ ഡീറ്റെയിലിംഗ് വരുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി വരുന്നത് അതാണ്. അപ്പോൾ അതുകൊണ്ട് അതാണ് ഞാൻ ചെയ്യാറ്. മാക്സിമം 3 days തന്നെയാണ് ഈ മിനീസിൻ്റെ ആണെങ്കിലും ഞാൻ ചെയ്യാറ്. മിനി ക്ലസ്റ്റേഴ്സ് എന്ന് പറയുന്നത് എനിക്ക് ചെറിയ ബാഗുണ്ട്, അത് ഞാൻ ടെമൂന്ന് മേടിച്ചതാണ്. എനിക്കൊന്നും ഒരു ബാഗിന് മേ ബി ഒരു $2 or $3 അത്രേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിനകത്താണ് മിനി ക്ലസ്റ്റേഴ്സും അതുപോലെ എന്തെങ്കിലും കോൺഫെറ്റി ബലൂൺസോ ബോബോ ബലൂൺസോ അല്ലെങ്കിൽ 18 ഇഞ്ചോ 24 ഇഞ്ചോ ഏതെങ്കിലുമൊക്കെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം ഒന്നിച്ച് ഈ ചെറിയ ബാഗിലാണ് ഞാൻ കെട്ടിവെക്കുന്നത്.
കെട്ടിവെക്കുമ്പോൾ ഞാൻ സാധാരണ ചെയ്യുന്ന ഒന്നെങ്കിൽ ബാഗ് അങ്ങനെ തന്നെ ക്രോസ് ചെയ്ത് കെട്ടിവെക്കും, അതല്ലെങ്കിൽ ഇപ്പം ഞാൻ ചെയ്യുന്ന പരിപാടി ശരിക്കും അത് ട്വിസ്റ്റ് ചെയ്തിട്ട് അത് ഇങ്ങനെ വളച്ച് കഴിയുമ്പോൾ അതിൻ്റെ ആ എൻഡ് എന്ന് പറയുന്നത് ഒരു 260 വെച്ചിട്ട് ഞാൻ ടൈ ചെയ്ത് വെക്കും. അപ്പോൾ ഞാനൊരു റബ്ബർ ബാൻഡ് പോലെ ഞാനത് ടൈ ചെയ്ത് ഒരു ബാൻഡ് എനിക്ക് യൂസ് ചെയ്യുന്നുണ്ട്. സോ അത് ഞാൻ അതിൻ്റെ ആ ഇവിടെ ഇട്ട് വെച്ച്, കാരണം മറ്റേപ്പാട് കെട്ടുമ്പോൾ ഇൻ കേസ് ഏതെങ്കിലും ഒരു ഹോൾ ഉണ്ട്, കാറ്റ് കയറുന്നുണ്ടെങ്കിൽ കുറച്ച് ഓക്സിഡൈസ് ചെയ്യാൻ ചാൻസ് ഉള്ളത് കൊണ്ടാണ് ഈ റബ്ബർ ബാൻഡ് സിസ്റ്റം ഞാൻ യൂസ് ചെയ്യുന്നത്. അതാണ് കുറച്ചുകൂടി നല്ലതായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത്. സോ അതാണ് ഇപ്പോൾ ഞാൻ ചെയ്യുന്ന പരിപാടി എന്ന് പറയുന്നത്. മാക്സിമം 3 days മുന്നേ എല്ലാം ഇൻഫ്ലേറ്റ് ചെയ്ത് വെക്കും. ഈ മിനീസ് ആണെങ്കിലും മിനി ക്ലസ്റ്റേഴ്സ് ആണെങ്കിലും സെയിം തന്നെ, പക്ഷേ എല്ലാം പ്രോപ്പറായിട്ട് ബാഗ് ചെയ്യും. ബാഗ് ചെയ്യുന്നതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ചാൽ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. ബലൂൺ ആ ഒരു ഇതിനകത്ത് ചെയ്യുന്നവർക്ക് ഓൾറെഡി അറിയുമായിരിക്കും. ഈ ബലൂൺസ് നമുക്ക് നോക്കിയാൽ അറിയാം, ഷൈനി ഇഫക്റ്റ് നമുക്ക് പോവും. അതിനെ ഓക്സിഡൈസ് ചെയ്യാമെന്ന് പറയുന്നത് നമ്മൾ ഓക്സിജനായിട്ട് എക്സ്പ്ലോർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു ഷൈനിങ് എഫക്റ്റ് എന്ന് പറയുന്നത് മങ്ങിപ്പോയി പിന്നെ ഒരുമാതിരി ഒരു മാറ്റ് ലുക്കാവും. സ്പ്രേ ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാം. ഞാൻ ഇതുവരെ സ്പ്രേ യൂസ് ചെയ്തിട്ടില്ല, ഷൈനി ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. ചെയ്യുന്ന ആൾക്കാരെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. പക്ഷെ അത് ഫ്ലോറിലൊക്കെ വീണാലും അത് സ്റ്റിക്കിയാണ്, അത് ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഇൻ കേസ് അത് വോളിലൊക്കെ ആയിക്കഴിഞ്ഞാൽ അപ്പോഴും ബുദ്ധിമുട്ടാണ്. സോ അതുകൊണ്ട് ഞാൻ ഇതുവരെ ഒരു ക്ലയൻസിനും ഞാൻ ഷൈനിങ് യൂസ് ചെയ്തിട്ടില്ല. ഞാൻ നോർമൽ അതിൻ്റെ റെഗുലർ എന്താണോ ഷൈനിങ് അത് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ആ ബലൂണ് ഞാൻ ഇതുവരെ സ്പ്രേ യൂസ് ചെയ്തിട്ടില്ല, ട്രൈ ചെയ്തിട്ടില്ല. സോ സ്പ്രേ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഓക്സിഡൈസ് ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. നമുക്ക് ഈ ബലൂൺ ഷൈനൊക്കെ അടിക്കുന്ന സമയത്ത് ആക്ച്വലി അതിൻ്റെ ആ ഷൈനിങ് എഫക്റ്റ് നമുക്ക് കുറച്ചുകൂടി കിട്ടും. അതിൻ്റെ ഒറിജിനൽ ലുക്കിനേക്കാളും ആക്ച്വലി ഷൈനിങ് ആയിരിക്കും ഈ ബലൂൺ ഷൈനൊക്കെ അടിക്കുന്ന സമയത്ത്. അപ്പോൾ അതാണ് എൻ്റെ പ്രപ്പ് വർക്ക് എന്ന് പറയുന്നത്. മിനീസ് ആൻഡ് 18 inch കോൺഫിറ്റി എല്ലാം ഞാൻ ഇൻഫ്ലേറ്റ് ചെയ്ത് ബാഗ് ചെയ്ത് പ്രോപ്പറായിട്ട് വെക്കും, ഓക്സിഡൈസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്. സോ അതൊരു കേടുപാടോ ഒരു ഡാമേജോ ഒന്നും ഉണ്ടാവില്ല. പിന്നെ നമ്മൾ ഈ പ്രപ്പ് വർക്ക് ചെയ്യുന്നതിൻ്റെ വേറൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതെല്ലാം ചെയ്ത് കഴിഞ്ഞ് ഇൻ കേസ് നെക്സ്റ്റ് ഡേ ഇവൻറ്റിന് പോകുന്നതിന് മുമ്പ് ഏതെങ്കിലും ഒരെണ്ണം ഇടയ്ക്കിന് അത് പൊട്ടിപ്പോയിന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിഫ്ലേറ്റ് ആയിന്നോ തോന്നിക്കഴിഞ്ഞാൽ നമുക്കതൊന്ന് റീവർക്ക് ചെയ്യാനുള്ള പരിപാടി ആ ഒരു ടൈം കൂടി നമുക്ക് കിട്ടുന്നുണ്ട്. പെട്ടെന്ന് നമ്മളിനി ഭയങ്കര റഷായിട്ട് അത് ചെയ്യേണ്ട ആവശ്യം കൂടിയില്ല. സോ അതും കൂടി വേറൊരു ഗുണമാണ്. നമുക്ക് കുറച്ചുകൂടി സ്ട്രെസ് റിലീഫാണ്. എല്ലാം പ്രപ്പ് വർക്ക് ഓൾറെഡി കഴിഞ്ഞുകൊണ്ട് ജസ്റ്റ് ചെന്ന് ഇൻസ്റ്റാൾ ചെയ്യേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. അതും കൂടിയാണ്. അപ്പോൾ അതും ഒരു കാര്യം എല്ലാവരും മനസ്സിൽ വെച്ചേക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ടിപ്പ്. എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.